ബനു ഇസ്രായേലിന് മരുഭൂമിയിൽ കിട്ടിയിരുന്ന യഥേഷ്ടം ശേഖരിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ധാന്യമാണ് മന്ന. അത് അള്ളാഹു ചെയ്ത ഒരു വലിയ നിഅമത്താണ്. അവർക്ക് മേഘത്തണൽ ഒരുക്കിയതുപോലെ അവർക്ക് യഥേഷ്ടം ധാന്യവും ലഭിച്ചിരുന്നു. അത് പൊടിച്ച് അവർ അപ്പം ചുട്ടിരുന്നു. അത് തിന്ന് അവർക്കുണ്ടായ കംപ്ലൈൻറ്റ്, ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുന്നില്ല എന്ന കംപ്ലൈൻ്റാണ്. ആ കംപ്ലൈൻറ്റ് മൂസാ അലൈഹിസ്സലാം യഹോവയോട്, അള്ളാഹുവിനോട് പറയുകയും അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നതായിട്ട്, ദൈവം പറയുന്നതായിട്ട് സംഖ്യാപുസ്തകത്തിൽ കാണാം, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചിയാർ തരും, മിസ്രൈമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് യഹോവ കേൾക്കെ കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല, 1 മാസം മുഴുവനും തന്നെ. അങ്ങനെ 1 മാസം മുഴുവനും നിങ്ങൾക്ക് യഥേഷ്ടം ഇറച്ചി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം മോശെ ചോദിക്കുന്നത്, എന്നോടുകൂടെയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്, 1 മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചുകൂട്ടുമോ എന്ന് ചോദിച്ചു. മൂസാ അലൈഹിസ്സലാമിൻ്റെ സംശയമാണ്, 1 മാസക്കാലം 6 ലക്ഷം ആളുകൾക്ക് എങ്ങനെയാണ് ഇറച്ചി കൊടുക്കുക? അതെങ്ങനെ സാധിക്കും? അപ്പോൾ യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? യദ് ഹഷേം ഷോട്ടാണോ, കട്ട് ഷോട്ടാണോ? അള്ളാഹുവിൻ്റെ കരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? അവൻ്റെ പവറിന് വല്ല ലിമിറ്റേഷനും ഉണ്ടോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. എങ്ങനെയാണ് അത് പുലരുക എന്നുള്ളത് നീ കാണും എന്ന് കൽപ്പിച്ചു. എന്നിട്ട് പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു, കൊയലിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാടയെ, ചെറിയൊരു കാടപ്പക്ഷിയെ കൊണ്ടുവന്നു. പാളത്തിൻ്റെ സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. ഇഷ്ടംപോലെ കാടപ്പക്ഷികൾ വന്ന് അവരുടെ പാളയത്തിൻ്റെ ചുറ്റിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് 2 മുഴം ഉയരത്തിൽ മാത്രം, എളുപ്പത്തിൽ പിടിക്കാൻ പാകത്തിൽ അള്ളാഹു കൊണ്ടു നിർത്തി. എന്നിട്ട് ബൈബിൾ പറയുന്നു, ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളത്തിൻ്റെ ചുറ്റിലും ചിക്കി. അങ്ങനെ ഇഷ്ടം പോലെ ഇറച്ചി കിട്ടി. ഇറച്ചിയെ അവർ വേവിച്ച് പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി ഇഷ്ടം പോലെ അവർക്ക് കഴിക്കാൻ കഴിഞ്ഞു എന്നാണ്. ഇങ്ങനെ അവർക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അവർക്ക് മന്ന മാത്രം കിട്ടിയപ്പോൾ അവർക്ക് അതുകൊണ്ട് മതിയായില്ല എന്ന് വന്നപ്പോൾ അവർ ഇറച്ചി ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് സെൽവയെയും അള്ളാഹു നൽകി. അതാണ് അള്ളാഹു പറയുന്നത്, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നൽകിയതിൽ നിന്ന് പരിശുദ്ധമായത് നിങ്ങൾ തിന്നു. നാം നൽകിയത്, അഥവാ നാം നൽകിയ പരിശുദ്ധമായത്, നാം നൽകിയതാണ് ശരിക്കും പരിശുദ്ധമായത്. അള്ളാഹു നൽകുന്നതാണ് പരിശുദ്ധമായത്. ത്വയ്യിബായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹു ഇഷ്ടത്തോടെ നൽകുന്നതാണ് എന്ന ഒരു ധ്വനി നമുക്കിതിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ ലലമൂന, അവർ നമ്മോട് അക്രമമൊന്നും ചെയ്തിട്ടില്ല, വലാക്കിൻ കാനു അൻഫുസവും യളിലിമോൻ, അവരോട് തന്നെയായിരുന്നു അക്രമം ചെയ്തുകൊണ്ടേയിരുന്നത്. ഇതൊക്കെ കിട്ടിയിട്ടും, ഈ നിഅമത്ത് കിട്ടിയിട്ടും ഒരുപാട് ആളുകൾ നമ്മെ ധിക്കരിക്കുകയും നമ്മുടെ പ്രവാചകനെ ധിക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അവർ യഥാർത്ഥത്തിൽ നമ്മോടൊന്നും അക്രമം ചെയ്തിട്ടില്ല, ളുൽമി ചെയ്തത് അവരോട്, സ്വന്തത്തോട് തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെ സംഖ്യാപുസ്തകത്തിൻ്റെ അവസാനത്തിൽ കാണാം, 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണാം. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവിച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. കുറേ ആളുകൾ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ, അതായത് ഇതൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് തന്നെയും യഹോവയെ ധിക്കരിക്കുകയും മോശയെ ധിക്കരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് യഹോവ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ സംഗതികളൊക്കെ ജസ്റ്റ് ഒരു ഇഷാറ, ഒരു സൂചന നൽകിയാൽ മതി. അവർക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് അള്ളാഹു ഒരു സൂചന നൽകുകയാണ്. അപ്പോൾ അവർക്കിതൊക്കെ ഓർമ്മ വരും. ഒരു റിമൈൻഡറാണ്, എന്തൊക്കെ നിഅമത്ത് ചെയ്തു, എന്നിട്ട് നിങ്ങളെന്താണ് തിരിച്ച് ചെയ്തത്,
നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ട പലരും. ഈ സംഭവത്തിന് ശേഷം മറ്റൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്, മറ്റൊരു സംഗതി പറയുകയാണ്. വൈദ് കുൽന, നാം പറഞ്ഞപ്പോൾ, ഉദ്ഖുലു ഹാദിയിൽ ഖറിയ, ഈ കറിയത്തിലേക്ക്, ഈ ടൗണിലേക്ക്, ഈ നാട്ടിലേക്ക് പ്രവേശിക്കൂ. ഫകുലു മിൻഹ ഹൈസു ഷിഅ്തും, അവിടുന്ന് നിങ്ങൾ റഗദൻ, ഇഷ്ടം പോലെ ഉദ്ദേശിക്കുന്ന അത്ര യഥേഷ്ടം ഭക്ഷിച്ചോളൂ, അവിടെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. വദ്ഖുലുൽ ബാബ സുജ്ജദൻ, ഗേറ്റിലൂടെ സുജ്ജതനായിക്കൊണ്ട് നിങ്ങൾ പ്രവേശിക്കണം. സുജ്ജതനായിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പറയും. ഒന്നുകിൽ സുജൂദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ വിനയത്തോടെ താഴ്മയോടെ. സുജ്ജതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകുനിച്ചുകൊണ്ട് വിനയത്തോടെ. രണ്ടും പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകൾക്കാണ് അത്തരം വിനയമുണ്ടാകുന്നത്. ആ അവസ്ഥയിൽ നിങ്ങൾ പ്രവേശിക്കണം. വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ പറയണം. ലിറ്ററലി ഹിത്തത്തുൻ എന്ന് പറയണമെന്നും അല്ലെങ്കിൽ അതിന് സമാനമായൊരു പദം പറയാൻ ആവശ്യപ്പെട്ടു എന്നുമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതല്ലാതെ ഹിത്തത്തുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിത്തത്തിൻ്റെ അർത്ഥം അൽ ഹിത്തത്തു ഫിഇലത്തും മിനൽ ഹത്ത് വഹുവ അൽ ഹഫുലു, ലോ എന്നാണ്, താഴ്മ, താഴെ എന്നാണ് അർത്ഥം. ലോ, LOW. അതുകൊണ്ട് വക്കീലൽ മുറാദു മിനൽ ഹിത്തത്തി സുആലു ഗുഫ്റാനി ദുനൂബ്, അവരുടെ പാപമോചനം ചോദിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നൊരു വ്യാഖ്യാനം. അതായത് അവരോട്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് ആവശ്യപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നഗ്ഫിർ ലക്കും ഹത്തായാക്കും, നിങ്ങളുടെ പാപം നാം അപ്പോൾ പുറത്തു തരും എന്ന് പറഞ്ഞത്. നിങ്ങൾ ഹിത്തത്തുൻ പറയുമ്പോൾ നഗ്ഫിർ ലക്കും ഹത്തായാക്കും, നിങ്ങളുടെ തെറ്റുകൾ നാം പുറത്തു തരും. അപ്പോൾ പാപമോചനം തേടിക്കൊണ്ട് നിങ്ങൾ സുജ്ജതനായിക്കൊണ്ട് അവിടെ പ്രവേശിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചു. മാത്രമല്ല വസനസീദുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്, അഡീഷണലി നന്മ ചെയ്യുന്നവർക്ക്, കൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്യുന്നതല്ല, അതിന് നഫീലായിക്കൊണ്ട് അഡീഷണലി ചെയ്ത് എക്സൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നാം വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. ഇതേതാണ് നാട്? അതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ വ്യാഖ്യാനം അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട് തന്നെയാണ് എന്നാണ്. എല്ലാ ടെമ്പററിലി അവരോട് താമസിക്കാൻ പറഞ്ഞ മറ്റൊരു നാടാണ് എന്നും വ്യാഖ്യാനമുണ്ട്. ഇങ്ങനെ ആവശ്യപ്പെട്ടത്, അവരോട് താമസിക്കാൻ ആവശ്യപ്പെട്ട, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്, ആ നാട്ടിൽ മൂസാ അലൈഹിസ്സലാം അവരോട് ആ നാട്ടിൽ പ്രവേശിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട്, 12 ഗോത്രത്തിൽ നിന്നും 12 ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട്, അതിൽ യോശുവയും അതുപോലെ കാബേലും, യഫുന്നയുടെ പുത്രൻ കാബേലും, യോശുവ എന്ന് പറയുന്നത് യൂഷഅ നബിയാണ്, ഇവരുൾപ്പെടെയുള്ള ഒരു സംഘത്തെ ആദ്യം അവിടെ പറഞ്ഞേക്കും. എന്നിട്ട് പോയിട്ട് നോക്കി വരാൻ പറയും രഹസ്യമായിട്ട്. അവർ പോയിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ 10 പേരും വളരെ മോശമായ അഭിപ്രായം പറയും. അവർ പറയുന്നത്, സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇവർ തിരിച്ചു വന്നിട്ട് മൂസാ അലൈഹി സ്വലാമിനോട് പറയുന്നതിനെക്കുറിച്ച് പറയുന്നു, അവർ അവനോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങളിതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാല്യക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബലവാന്മാരൊക്കെ അവിടെയുണ്ട്, അവിടെ ഞങ്ങൾ പോകാൻ കഴിയില്ല, അവിടെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് 10 പേര് വന്നിട്ട് പറയുന്നത്. പക്ഷേ യോശുവയും കാബേലും അങ്ങനെയല്ല പറഞ്ഞത്. അവർ മറ്റൊരു രീതിയിൽ പറഞ്ഞു. ഈ 10 ആളുകൾ പോയിട്ട് അവരുടെ ജനങ്ങളോട് മുഴുവനും പറഞ്ഞു, വളരെ ബുദ്ധിമുട്ടാണ് ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളവർ കൊല്ലും, നമ്മളുടെ കുട്ടികളെയും നമ്മുടെ സ്ത്രീകളെയൊക്കെ അവർ തട്ടിക്കൊണ്ടുപോകും, അപഹരിക്കും, അവിടെ വളരെ ബലവാന്മാരാണ്. വളരെ ഡീറ്റെയിലായിട്ട് ബൈബിൾ വിവരിക്കുന്നുണ്ട്, വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അവർ തയ്യാറാകുന്നില്ല. ഖുർആൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഫബദ്ദലല്ലദീന ലലമു, അക്രമം ചെയ്ത ആളുകൾ മാറ്റി, ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ട ഇതിന് പകരം പറയപ്പെടാത്ത ഒരു വാക്ക് അവർ ബദലാക്കി, മാറ്റി.
അത് ഹിത്തത്തുൻ എന്ന വാക്ക് പറയാൻ പറഞ്ഞു, അതിന് പകരം അവർ വേറൊരു വാക്ക് അഡോപ്റ്റ് ചെയ്തു എന്ന ഒരു വ്യാഖ്യാനം പറയാറുണ്ട്. അതല്ലെങ്കിൽ അവരോട് സുജ്ജതനായിട്ടും പാപമോചനം തേടിക്കൊണ്ടും പ്രവേശിക്കാനായിരുന്നു കൽപ്പിച്ചത്. പക്ഷേ അതിന് പകരം അവർ മറ്റൊരു ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്തു. ഈ കാല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പറയൽ മാത്രമല്ല. ഉദാഹരണത്തിന് കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അഹദാണ് എന്ന് പറയുക എന്ന് മാത്രമല്ല, ആ വിശ്വാസം അഡോപ്റ്റ് ചെയ്യുക അതൊരു വലിയ സംഗതിയാണ്. പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വായ കൊണ്ടുള്ള പറച്ചലല്ല. അപ്പോൾ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് അഡോപ്റ്റ് ചെയ്യലാണ്. വിശ്വാസവും ആറ്റിറ്റ്യൂഡും അതിനനുസരിച്ചുള്ള സ്വഭാവവും ഒക്കെയാണ്. പക്ഷെ അവരോട് കൽപ്പിക്കപ്പെട്ടതല്ല അവർ അഡോപ്റ്റ് ചെയ്തത്. കൽപ്പിക്കപ്പെടാത്ത മറ്റൊരു രീതിയാണ് അവരോട് അഡോപ്റ്റ് ചെയ്തത്. അവർ പോയിട്ട് ഫിത്ന ഉണ്ടാക്കി, ജനങ്ങളോടൊക്കെ പറഞ്ഞു, ജനങ്ങൾ കൂട്ടാക്കിയില്ല. ഫഅൻസൽന അലല്ലദീന ലലമു റിജ്സൻ മിനസ്സമായി ബിമാകാനു യഫ്സുഖൂൻ. അത് കാരണം അക്രമികളുടെ മേൽ, ഈ ദുൽമ് ചെയ്ത ആളുകളുടെ മേൽ ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കി. നാം ശിക്ഷ ഇറക്കി. എന്ത് കാരണം? ബിമാകാനു യഫ്സുഖൂൻ, അവർ ധിക്കാരം കാണിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട്. അവരത് കാണിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട്, ധിക്കരിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട് നാം അവർക്ക് മേൽ റിജ്സ് ഇറക്കി, ഒരു ശിക്ഷ ഇറക്കി. ഇതിനെക്കുറിച്ച് പറയുന്നത് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് ഇതിനെ മറ്റൊരു സ്ഥലത്ത് സംഗ്രഹിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സൂറ മായിദയിൽ ഖാലു, അവർ പറഞ്ഞു, യാ മൂസ ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ, അവിടെ ജബ്ബാരീങ്ങളായ വളരെ ബലവാന്മാരായ ആളുകളുണ്ട്. വൈന്ന ലൻ നദ്ഖുലഹ, ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല. ഹത്ത യഖ്റുജു മിൻഹ, അവരവിടുന്ന് പുറത്തു പോകാതെ. ഫൈൻ യഖ്റുജു മിൻഹ ഫൈന്ന ദാഖിലൂൻ, അവരവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രവേശിക്കും. അപ്പോൾ ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമല്ലാഹു അലൈഹിമ, അപ്പോൾ രണ്ടാൾക്കാർ, അള്ളാഹുവിൻ്റെ നിഅമത്ത് കിട്ടിയ അവനെ ഭയപ്പെടുന്ന രണ്ടാൾക്കാർ, യോശുവയും കാലേബുമാണ്. യൂശഅ നബിയും കാലേബും, അവർ രണ്ടാൾക്കാരെയാണ് ഖുർആൻ പറയുന്നത്. അവർ രണ്ടാൾക്കാർ, റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമല്ലാഹു അലൈഹിമ, അള്ളാഹു നിഅമത്ത് ചെയ്ത, അള്ളാഹുവിനെ ഭയപ്പെടുന്ന രണ്ടാൾക്കാർ, ഭയപ്പെടുന്നവരിൽ നിഅമത്ത് ചെയ്ത രണ്ടാൾക്കാർ. അവർ പറഞ്ഞു, ദുഖുലു അലൈഹിമുൽ ബാബ, നിങ്ങൾ ബാബിലൂടെ അവരിൽ പ്രവേശിക്കൂ, ഫ്രണ്ടിലൂടെ തന്നെ അവിടെ പ്രവേശിക്കൂ, ആ ജനങ്ങളിലേക്ക് കടക്കൂ. ഫൈദാ ദഖൽതുമൂഹു, നിങ്ങൾ പ്രവേശിക്കുന്നവരാണെങ്കിൽ ഫ ഇന്നക്കും ഗാലിബൂൻ, നിങ്ങൾ വിജയിക്കുന്നവരാണ്. വ അലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യൂ, അവനെ നിങ്ങൾ വക്കീലാക്കൂ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, അവനിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവനെ ഏൽപ്പിക്കൂ, അവനിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവനെ കാര്യങ്ങൾ ഏൽപ്പിക്കൂ എന്നിവർ പറഞ്ഞു. രണ്ടുപേര് പറഞ്ഞു. ബാക്കി ആൾക്കാരൊന്നും അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ ജനങ്ങളൊന്നും പക്ഷേ കൂട്ടാക്കിയില്ല. കാലു, ജനങ്ങൾ പറഞ്ഞു, യാ മൂസ, അല്ലയോ മൂസ, ഇന്നാലൻ നദ്ഖുലഹ അബദ, ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കില്ല. മാ ദാമു ഫിഹ, ആ ആളുകൾ അവിടെ ഉള്ള കാലത്തോളം ഞങ്ങൾ പ്രവേശിക്കില്ല. ഫദ്ഹബ് അന്ത വ റബ്ബുക, നീയും നിൻ്റെ റബ്ബും വേണമെങ്കിൽ പോയിക്കോ. ഫഖാത്തില, എന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്തോ. ഇന്ന ഹാവുന ഖായിദൂൻ, ഞങ്ങളിവിടെ തന്നെ ഇരിക്കാം, ഞങ്ങളിപ്പോൾ ഉള്ള ഈ സ്ഥലത്ത് തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂട്ടാക്കിയില്ല. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം പറയുന്നതായിട്ട് സൂറ മായിദയിൽ പറയുന്നു. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി ലാ അംലിക്കു ഇല്ലാ നഫ്സി വാഹി, എനിക്ക് എൻ്റെയും എൻ്റെ സഹോദരനായ ഹാറൂൻ്റെയും കാര്യത്തിൽ മാത്രമേ എനിക്ക് ഓണർഷിപ്പുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അധികാരമുള്ളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിൽ എനിക്ക് അധികാരമുള്ളൂ. ഫഫ്റുഖ് ബൈനന വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളായ ധിക്കാരികളായ ജനങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ നീ വേർതിരിവുണ്ടാക്കി തരണേ, ഞങ്ങളെ സെപ്പറേറ്റ് ആക്കി തരണേ, സെപ്പറേറ്റ് ചെയ്യിച്ച് തരണേ. ഖാല, അപ്പം അള്ളാഹു പറഞ്ഞു, ഫ ഇന്നഹ മുഹറമത്തുൻ അലൈഹിം 40 സന, ആ നാട് അവർക്ക് വിലക്കപ്പെട്ടതാകുന്നു 40 വർഷം. യതീഹുന ഫില്ലർ, അവർ ആ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ ഭൂമിയിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. 40 വർഷം അവർ ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കും. ഫലാ തഅ്സ അലൽ ഖൗമിൽ ഫാസിഖീൻ, ധിക്കാരികളായ ജനത്തെക്കുറിച്ച് താങ്കൾക്ക് യാതൊരു പ്രയാസവും വേണ്ട, യാതൊരു നിരാശയും വേണ്ട. അവർക്ക് ആ നാട് മുഹറമാണ്, ഹറാമാക്കപ്പെട്ടതാണ് 40 വർഷം. ഈ കാര്യം ബൈബിളും പറയുന്നത് കാണാൻ കഴിയും. ബൈബിളിലും പറയുന്നു 40 വർഷം
അവർക്ക് യഹോവ ആ നാടിനെ വിലക്കി. അങ്ങനെ 40 വർഷത്തെ ശാപം അവർക്കുണ്ടായി. അങ്ങനെ മൂസാ അലൈഹിസ്സലാം ജീവിക്കുന്ന സമയത്ത് അവർക്കവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് അവർക്ക് അവിടെ കഴിഞ്ഞത്. ഇൻഷാ അല്ലാ ഇതിൻ്റെ തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.